പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവം ഇറങ്ങി ഓരോ മനുഷ്യരുടെ മനസ്സിൽ, ആത്മാവിൽ, ശരീരത്തിൽ, ജീവിതത്തിൽ, കുടുംബത്തിൽ, ജീവിത സാഹചര്യങ്ങളിലെല്ലാം ഇടപെട്ട് അവരെ ആത്മാവിൽ സന്തോഷിച്ച് സാക്ഷ്യം പറഞ്ഞ അനേകം സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും കർത്താവിനെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെയും കയറ്റി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, സാക്ഷിയായി ജീവിക്കുമെന്ന് കൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രതിജ്ഞ ചെയ്യണം. ഏറ്റവും അവസാനം കേട്ട സാക്ഷ്യം പാലക്കാട് ദീപ അച്ഛനോട് ചോദിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അങ്ങനെ അച്ഛൻ പറയാം എന്ന് കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറഞ്ഞു. ഞാനത് അകത്തിരുന്ന് കേട്ടായിരുന്നു. ഞാനവരെ കണ്ടിട്ടില്ല, പക്ഷെ അവർ ചെയ്തത് നേരത്തെ ഉള്ളൊരു അനുഭവമാണെന്ന് തോന്നുന്നത്. കുരിശുരൂപത്തെ സ്പർശിച്ചപ്പോൾ അങ്ങോട്ട് പിടിച്ചു വലിക്കണ പോലെ തോന്നി, ഭിത്തി തുറന്ന് അപ്പുറത്തേക്ക് പോണ പോലെ തോന്നി. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാണ് അവർ പറഞ്ഞത്. നേരത്തെ ഈ കുരിശുരൂപത്തെ തൊടുമ്പോഴും പരിശുദ്ധ അമ്മയെ തൊടുമ്പോഴും ഈ ഇതുപോലെ വൈബ്രേഷൻ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അതുപോലെ തന്നെ കറണ്ട് അടിക്കുന്ന തീ ചീറ്റണ പോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് സൗഖ്യവും നടന്നിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ വേറെ ഒരു സാക്ഷ്യം നമ്മളിന്ന് കേട്ടത്, കൃപാസനം പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊന്നും ഒരു മിന്നൽ കണ്ടു. ആ സമയത്ത് 18 വർഷം പഴക്കമുള്ള എൻ്റെ നടുരോഗം സുഖപ്പെട്ടു എന്നുള്ള സാക്ഷ്യം നമ്മൾ കേട്ടു. ഇതുപോലെ കുറേ സാക്ഷ്യങ്ങൾ ഇപ്പോഴേ ഈ പത്രത്തെക്കുറിച്ച് കുറച്ച് ആൾക്കാർ, അവിശ്വാസികൾ വിവാദങ്ങൾ ഉയർത്തിയതിന് ശേഷം ഇപ്പോഴെങ്ങനെയാണ്, പത്രത്തെ തൊടുകയല്ല, പത്രം വായിക്കുമ്പോൾ തന്നെ സാക്ഷ്യം അനുഭവിക്കുന്ന ഒരു പുതിയ അധ്യായത്തിലേക്ക് പരിശുദ്ധമ്മ അടയാളങ്ങളെ മാറ്റുന്നത് പോലെ തോന്നണം. കാര്യം ഒരു അനുഭവമാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം പല ആൾക്കാർക്കും പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ വിടുതലും സൗഖ്യവും അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ പത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. പ്രത്യേകിച്ച് സാക്ഷ്യം പറഞ്ഞ എന്താണ്, 91 സാക്ഷ്യങ്ങൾ ഞാൻ വായിച്ചപ്പോൾ അമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് എനിക്ക് ശക്തമായ പ്രേരണ കിട്ടിയെന്നൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അതിനുശേഷം പിന്നെ സാക്ഷ്യാനുഭവങ്ങളുടെ വലിയൊരു ഘോഷയാത്രയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ പത്രം മുഴുവനും കർത്താവിൻ്റെ പ്രവർത്തികളാണ്. പിന്നെയുള്ള മറ്റതെല്ലാം എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കർത്താവിൻ്റെ വചനമാണ്. അതാണ് പത്രത്തിൻ്റെ പ്രത്യേകത. കൃപാസനം പത്രത്തിൻ്റെ പ്രത്യേകത എന്താ, മുഴുവനും കർത്താവിൻ്റെ പ്രവർത്തികളാണ്, വീര്യപ്രവർത്തികൾ. പിന്നെയുള്ള എന്താണ്, കർത്താവിൻ്റെ വചനം. ദാറ്റ് മീൻസ് എന്താ അർത്ഥം, വാക്കും പ്രവൃത്തിയുമാണ്. ദൈവത്തിൻ്റെ വാക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികളുമാണ് നമ്മുടെ പത്രത്തിൽ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പല സ്ഥലത്തു നിന്ന് ഞങ്ങൾക്ക് സമ്മർദ്ദമാണ്. പത്രത്തിൻ്റെ ഡിസൈൻ മാറ്റണം, പത്രത്തിൻ്റെ എല്ലാവരെ കൊണ്ടും പത്രത്തിൽ ലേഖനം എഴുതിക്കണം, എല്ലാം തലകുലുക്കി കേട്ടുകൊണ്ട് ഞാൻ പോരും. പക്ഷേ സമ്മതിക്കത്തില്ല. എന്താ കാര്യം, പത്രത്തിൽ വരേണ്ടത് മറ്റു പത്രങ്ങളിലേക്കാൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ മാത്രമേ പാടുള്ളെന്ന് എപ്പോഴും എൻ്റെ മനസ്സ് എന്നോട് ശാസിക്കും.
ഇതിൽ കർത്താവിൻ്റെ വചനം മാത്രമേ പാടുള്ളൂ. സങ്കല്പങ്ങളോ ചിന്തകളോ മറ്റുള്ളവരുടെ ആലോചന ഒന്നും കൃപാസനം പത്രത്തിൽ പാടില്ല എന്നുള്ളത് എപ്പോഴും ആന്തരികമായൊരു ശാസന അനുഭവിക്കുന്ന ഞാനാണ്. പിന്നെ ചിലപ്പോൾ അനുസരണയുടെ ഭാഗമായിട്ട് കുറേയൊക്കെ അനുസരിച്ച് പോകും. പക്ഷേ എങ്കിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കൃപാസനം എന്തിനുള്ളതാണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ഏർപ്പെടുത്താനും ഉള്ളതാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കണം. ബ്രദർ ജോയിച്ചൻ പറഞ്ഞ കറക്റ്റാണ്. ആദ്യം ഞങ്ങൾ കാലങ്ങൾ ചെയ്തത് പണവും കൊടുത്ത് പത്രവും കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. എന്തിനാണ്? കർത്താവിനെ അറിഞ്ഞ ഒരാളെങ്കിലും ഈശോയെ വിശ്വസിച്ച അവൻ്റെ ആത്മാവ് രക്ഷപ്പെടും. ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇനി ഈശോയ്ക്ക് പാപത്തിന് പരിഹാരം ചെയ്യാൻ വേറൊരു ഈശോയ്ക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് വി ഹാവ് ടു ഡു ദ റെസ്റ്റ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളാണ്. ദൈവത്തിന് ഒരു പഞ്ഞവുമില്ല മക്കളെ. ഇപ്പം ദീപയുടെ തന്നെ ആദ്യത്തെ സാക്ഷ്യം എന്താ? ദൈവത്തിന് പഞ്ഞമില്ല. ആർക്കാണ് പഞ്ഞമുള്ളത്? ദൈവത്തെ അനുഭവിക്കാനുള്ള ആത്മാർത്ഥതയ്ക്കാണ് പഞ്ഞം വന്നിരിക്കുന്നത്. ഇപ്പം തന്നെ ദീപയുടെ വിഷയം എന്താണ്? പാലക്കാട് നിന്ന് അവൾക്ക് കടമുണ്ട്. ഇവിടം വരെ ആലപ്പുഴ വരെ വരാൻ വീട്ടുകാരെ സമ്മതിക്കണില്ല. കാര്യം വഴുതികളെ ഛർദ്ദിക്കണ വാഹന ചുരുക്കമുള്ള ആളായതുകൊണ്ടാണ് അങ്ങനെ വരണത്. പക്ഷെ അവർ ഒരു തീരുമാനമെടുത്ത് എന്താണ്? ഞാൻ ഉപവസിക്കുമെന്ന് പറഞ്ഞപ്പോഴേ 1 ദിവസം 2 ദിവസം 3 ദിവസം വീട്ടുകാർക്ക് മനസ്സിലായി അവളെ സീരിയസ് ആണെന്ന്. വീട്ടുകാർക്ക് മാത്രമല്ല മനസ്സിലായത്, ദൈവത്തിനും മനസ്സിലായി സീരിയസ് ആണെന്ന്. ദൈവത്തിനും മനസ്സിലാവണം സീരിയസ് ആണ് നമ്മളെന്ന്. അപ്പം പിന്നെ വിഷയം തീർന്ന. ഉടമ്പടിയുടെ മുഴുവൻ മർമ്മം അതാണ്. ദൈവത്തിന് മനസ്സിലാകണം നിങ്ങൾ സീരിയസ് ആണെന്ന്. നിങ്ങൾ ഈ വിഷയത്തിൽ വളരെ ഒരടി പോലും പിന്നോട്ട് വെക്കത്തില്ലെന്ന് ദൈവത്തിന് മനസ്സിലായാൽ പിന്നെ ദൈവസാന്നിധ്യം കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴ് 2004 ഡിസംബർ 7-ാം തീയതി 2:30 മണിക്ക് ഞാനാണ് അമ്മയെ നിങ്ങളെപ്പോലെ നേരിട്ട് കണ്ടതല്ലേ അല്ലേ? ഇനി ആരാണ് കാണേണ്ടത്? നിങ്ങൾ ഓരോരുത്തരുമാണ് അമ്മയെ കാണേണ്ടത്. ഇപ്പോഴെണ്ണം കൂടി വരുന്നുണ്ടല്ലോ. അമ്മയെ നേരിട്ട് കണ്ട ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടുവരുന്നു. തങ്ങൾ വീട്ടിൽ വന്ന് കണ്ട് ഒരിക്കലും കാണാത്ത അമ്മയാണിത്. ഞാൻ ഈ അമ്മയെ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ വീട്ടിൽ വെച്ച് കണ്ട അമ്മയെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്നൊക്കെ ആൾക്കാർ സാക്ഷ്യം പറയാൻ എന്താ ഇന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ അപ്പം എന്തോ നമ്മളുടെ ചിന്തയിൽ നിന്നപ്പുറത്ത് വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നാണ് അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഒരു ആലോചന. കാര്യം സമയഘട്ടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ സമയം എപ്പോഴും അമ്മയ്ക്ക് സമർപ്പിക്കണത്. ഇപ്പം ഞാനിത് പറയുമ്പോഴേ നിങ്ങൾക്കറിയാം, ഞാൻ യൂട്യൂബ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ ഡേറ്റ് അടിക്കണ കാണാം. ഡേറ്റ് അടിച്ചുകൊണ്ടിരിക്കും. സെപ്റ്റംബർ 20, ഒക്ടോബർ 12 എന്നൊക്കെ പറഞ്ഞ് ഡേറ്റ് അടിക്കും. കംപ്ലൈൻറ്റ് പറയത്തില്ല, പ്രാർത്ഥന അപേക്ഷ പറയത്തില്ല, ഡേറ്റ് അടിക്കും. ഇൻ്റർവ്യൂ ഡേറ്റാണ് ഈ പറയണതേ. ഇൻ്റർവ്യൂ ഡേറ്റ്, രജിസ്ട്രേഷൻ ഡേറ്റ്, അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ ഡേറ്റ്, ഡെലിവറി ഡേറ്റ്, ഇനി കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡേറ്റ്, ഇതൊക്കെയാണ് ആൾക്കാർ ഇപ്പം യൂട്യൂബിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെന്ന് നോക്കിയാൽ മനസ്സിലാവും, കുറേ ഇങ്ങനെ കിടക്കണം കാണാം. എന്താണ്? സമയത്തിൻ്റെ അമ്മയാണ്. ആ സമയത്തിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി അമ്മയോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് അവസാനം ഈ ആരാധന അവസാനം ഞാൻ സമയം തരും, അപ്പം നിങ്ങൾ ഡേറ്റ് ഇടണം. അമ്മ ആ സമയത്ത് നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കണേ
സ്വർഗീയ മന്നവമേ വാഗ്ദാനം കേൾക്കണമേ. ഈ ദിവ്യകുർബാന ഇതുപോലെ തന്നെയാണ്. ചില സമയങ്ങളിൽ നമ്മൾ ദിവ്യകുർബാന തൊടുകയാണെങ്കിൽ അങ്ങോട്ട് അകത്തോട്ട് വലിക്കാൻ പോലെ തോന്നും. എനിക്ക് കുറേ പ്രാവശ്യം അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന കണ്ണീരോടുള്ള കമ്മ്യൂണിറ്റി വളരെ കറക്റ്റായ രീതിയിൽ വിശ്വസിക്കുന്ന പൊതുസമൂഹമാണെങ്കിലും ആരാധന ഉയർത്തുമ്പോൾ ആരാധന പെട്ടക്കും, ആരാധന ഉള്ളിലേക്ക് ഭരിക്കും. അത് ആ ഫീല് അത് വേറൊരു അന്തരീക്ഷമാണ്, ശരിക്കും വേറൊരു അന്തരീക്ഷമാണ്. അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിരിക്കണം, എൻ്റെ മക്കളെ, നിങ്ങൾ എപ്പോഴും ഈ ഫെയ്ത്ത് മെയിൻ്റെനൻസ് നടത്തണം. വിശ്വാസത്തിൽ എപ്പോഴും അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കണം. വിശ്വാസത്തിൽ അറ്റകുറ്റപ്പണികൾ, നമ്മൾ അറ്റകുറ്റപ്പണി നടക്കുന്ന കുറവാണേ. നമ്മൾ എന്നാ ചെയ്യണമെന്ന് പറയണത്, നമ്മൾ നമ്മുടെ വിഷയത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ വിശ്വാസത്തിൽ പ്രാധാന്യം കൊടുക്കണം. എൻ്റെ വിശ്വാസം വർദ്ധിക്കാനും അതിൻ്റെ ചളക്കലൊക്കെ മാറ്റാനും അതൊന്ന് രണ്ടാമത് ഡ്രൈ ക്ലീൻ ചെയ്യിക്കാനും അതുപോലെ വിശ്വാസം ഒന്ന് റീപ്ലേറ്റ് ചെയ്യിക്കാനും ഇങ്ങനെ വിശ്വാസം തിളക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ഈശോയെ, എൻ്റെ വിശ്വാസത്തെ പുതുതാക്കണമേ, എൻ്റെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ പുതുതാക്കണമേ, എൻ്റെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പിന്നെ ആ കുട്ടി പറഞ്ഞത് കൃപാസനത്തിൻ്റെ എംബ്ലം ഐക്കൺ പോലെ തന്നെ ചിറകുകൾ കണ്ടുവെന്ന് പറഞ്ഞു, അല്ലേ? അഗ്നിയും ചിറകുകളാണ്. ചിറകുകളുടെ സാക്ഷ്യം പിന്നെ മൂന്നാമത്തെ സാക്ഷ്യമാണ്. ചിറകുകൾ വാഗ്ദാന പേടകവുമായി ബന്ധപ്പെട്ടതാണ്. ചിറകുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. വാഗ്ദാന പേടകത്തിൻ്റെ വചനം 11:19 കഴിഞ്ഞിട്ട് പിന്നെ 12:1. ഈ 12:1 വെളിപാട് പുസ്തകം 12:14 വരുമ്പോൾ അവൾക്ക് ചിറകുകൾ നൽകപ്പെട്ടു എന്നും പറഞ്ഞൊരു വചനമുണ്ട്. വെളിപാട് 12:14 അവൾക്ക് ചിറകുകൾ നൽകപ്പെട്ടു. ആ ചിറകുകൾക്ക് വലിയ കഴുകേണ്ടത് പോലെയുള്ള ചിറകുകൾ നൽകപ്പെട്ടു. ആ ചിറകുകൾ അടിച്ചവള് സർപ്പത്തിൻ്റെ വായിൽ നിന്ന് മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിൽ സമയങ്ങളുടെ പകുതിയും സമയത്തിൻ്റെ പൂർണ്ണതയും അവളവിടെ സംരക്ഷിക്കപ്പെട്ടു. ചിറകുകൾ സംരക്ഷണത്തിൻ്റെയാണ്. ദൈവം നിന്നെ സംരക്ഷിക്കുമെന്നുള്ള സൂചനയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ എംബ്ലം തന്നെ 2 ചിറകുകൾ നിൽക്കുകയാണ്. എന്ത്? ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവ സംരക്ഷണം ലഭിക്കണ എവിടെയാണ്? മരുഭൂമിയിലാണ്. അപ്പം നിങ്ങൾക്ക് രോഗവും കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓർക്കരുത് ഞങ്ങൾ സംരക്ഷണത്തിൻ്റെ പുറത്താണെന്ന്. സംരക്ഷണം അകത്താണ്. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ബൈബിളിലെ മരിയ സംരക്ഷണത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമിയിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. ആ മരുഭൂമി മരുഭൂമി പല രീതി വരാം. മരുഭൂമിയെക്കുറിച്ച് നിയമാവർത്തനം 32:10 എന്താ പറയണമെന്നറിയോ? മരുഭൂമിയിൽ പറഞ്ഞ് ശൂന്യത ഊരിയിടുന്ന മണലാരണ്യങ്ങളിൽ നിന്നെ കണ്ടെത്തി
എന്നെ എടുത്ത് കണ്ണിലെ കൃഷ്ണപണി പോലെ സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം മരുഭൂമിയിലൂടെയാണ് നിന്റെ ജീവിതം പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഉള്ളത്? ശൂന്യത മാത്രമേ ഉള്ളൂ, ഇല്ലേ? ശൂന്യതയുടെ എന്തെങ്കിലും സ്വരം കേൾക്കുമെന്നുണ്ടെങ്കിൽ ആരുടെ സ്വരമാണ് കേൾക്കണത്? ശൂന്യതയുടെ സ്വരമാണ് കേൾക്കണത്. അല്ലാതെ അപ്പൻ്റെയും സ്വരം കേൾക്കത്തില്ല, അയൽവാസിയുടെയും സ്വരം കേൾക്കത്തില്ല, ബന്ധുക്കളുടെ സ്വരം കേൾക്കത്തില്ല. എല്ലാവരും കൈ ഒഴിയും. എല്ലാവരും കൈ ഒഴിയുമ്പോൾ നീ ഓർക്കണം, നിയമാവർത്തനം 32:10 ഞാൻ കടന്നു പോകുന്നത്. എന്താണ്? ശൂന്യതയുടെ ഓരിയിടൽ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ്റെ ഒരു സ്വരവുമില്ല, മനുഷ്യൻ്റെ ഒരു സ്വരവുമില്ല. ഇപ്പം നമ്മൾക്ക് കടങ്ങളാണെങ്കിൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് വരുമോ? ആരും വരത്തില്ല. മനുഷ്യൻ്റെ ഒരു സ്വരവും കേൾക്കത്തില്ല, ശൂന്യത മാത്രം. നമുക്ക് രോഗമാണെങ്കിൽ ആരെങ്കിലും നമ്മളുടെ സഹായത്തിന് നമ്മളെ വിളിക്കുമോ? നമ്മളെ കൊണ്ട് അവർക്ക് ആർക്കും പ്രയോജനമില്ല. നമ്മളെ കാണാൻ വന്ന് അവിടെ കാശ് പോവും. അപ്പോഴും ശൂന്യത മാത്രം. എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ശൂന്യതയുടെ ശബ്ദമാണ്. പക്ഷെ നീ ഓർക്കണം, ആ ശൂന്യതയുടെ ഒടുവിൽ നിന്നെ കോരിയെടുക്കാൻ ഈ മരുഭൂമിയിൽ നിന്റെ സംരക്ഷണത്തിന് നിന്റെ ദൈവമുണ്ടെന്ന് കൈയിട്ടിച്ച് കിടത്താൻ. എപ്പോഴും നമ്മൾ ചെയ്യണത് ഈ വിശ്വാസവും വിശ്വസ്തതയും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. ഉടമ്പടിയാണ് നമ്മൾ ചെയ്യണത്, അല്ലേ? ഉടമ്പടി വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയല്ല. എന്തിൻ്റെ പ്രാർത്ഥനയാണ്? വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്. അപ്പോഴെൻ്റെ മക്കൾ അറിയേണ്ടത് എന്താണ് വിശ്വാസം, എന്താണ് വിശ്വസ്തത, വിശ്വാസവും വിശ്വസ്തതയും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്നറിയണം. വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരു എന്തേ ഉള്ളൂ, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ വിശ്വസ്തത എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവം നമ്മളിലും വിശ്വസിക്കുന്ന, അതാണ് സംഭവം, അതാണ് വിശ്വസ്തയും. അതുകൊണ്ടാണ് ഈ വിശ്വാസത്തിന് മറുപടി കിട്ടാത്തത് വിശ്വസ്തതയ്ക്ക് കിട്ടിയേ മതിയാവത്തുള്ളൂ. യു ഗോട്ട് ദ പോയിന്റ്? മനസ്സിലായ? വിശ്വാസം സിംഗിൾ ഫേസ് ആണെങ്കിൽ വിശ്വസ്തത ട്രിപ്പിൾ ഫേസ് ആണ്. വിശ്വാസം കൊണ്ട് കറക്കാത്ത എൻജിൻ വിശ്വസ്തത കൊണ്ട് കറങ്ങിയേ പറ്റത്തുള്ളൂ. കൈയിടിച്ച് കിടത്താണ്. എൻ്റെ പേര് സജിമോൻ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ യൂട്യൂബിൽ നിന്നാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. ഞാൻ 2023 ജൂലൈ 20 ഉടമ്പടി എടുത്തത്. ഞാൻ ഒരു കൺസ്ട്രക്ഷൻ വർക്കുകാരനാണ്. ഞാൻ ബിൽഡിങ്ങിൽ നിന്ന് വീണ് എൻ്റെ കാല് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. കാലിൻ്റെ എല്ലാം അകന്നു പോയിരുന്നു. ഡോക്ടറെ അടുത്ത് ചെന്ന് ഡോക്ടറെ കാണിച്ച് എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് 6 മാസം കഴിഞ്ഞാണ് നടക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനേക്കാളും മുൻപ് തന്നെ അച്ഛൻ്റെ ധ്യാനവും
യൂട്യൂബിലുള്ള ഉടമ്പടി സാക്ഷ്യങ്ങളും കേട്ടതിൻ്റെ ഫലമായി എനിക്ക് 60 ദിവസം കഴിയുമ്പോൾ തന്നെ നടക്കാൻ സാധിക്കുകയും ഇവിടെ വന്ന് സ്റ്റിക്ക് കൊണ്ട് പിടിച്ചാണ് ഞാൻ ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി എടുക്കുവാനും ഉടമ്പടിയിൽ ജീവിക്കുവാനും സാധിച്ചു. അത് പ്രകാരം എനിക്ക് 6 മാസം കഴിയുമ്പോൾ തന്നെ എനിക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കുവാനും ജോലി ചെയ്യുവാനും സാധിച്ചു. ഞാനിവിടുന്ന് പോകുമ്പോൾ എനിക്ക് പുതിയ 2 വർക്ക് ഇവിടുന്ന് തന്നെ കിട്ടി. ഞാൻ ബസ്സിൽ കയറുമ്പോൾ തന്നെ എനിക്ക് 2 പുതിയ വർക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജോലിയിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ലോണുണ്ടായിരുന്നു എനിക്ക്. ലോണിന് ഞാൻ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, വൈഫ് ചെന്നപ്പോൾ പറഞ്ഞു ലോണ് തരാം എന്ന് പറഞ്ഞിരുന്നു. രണ്ടാമത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ലോണ് തരാൻ സാധിക്കില്ല, നിങ്ങൾക്ക് സിബിലില്ല എന്ന് പറഞ്ഞു. വൈഫ് ഭയങ്കര സങ്കടപ്പെട്ടാണ് വീട്ടിൽ വന്നത്. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ വൈഫിനോട് പറഞ്ഞു, മാനേജർ നമ്മുടെ വീട്ടിലേക്ക് വരും, മാതാവ് വരുത്തുമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിയുമ്പോൾ തന്നെ മാനേജർ വീട്ടിൽ വന്ന് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വൈഫിന് ഇറ്റലിയിൽ പോകാൻ വേണ്ടിയതാണ്. അപ്പോൾ മാനേജർ പറഞ്ഞു, നിങ്ങൾക്ക് നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറ്റുമെങ്കിൽ ലോൺ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞു. മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് മാനേജർ ട്രാൻസ്ഫറായി പോകുന്ന ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ ലോൺ പാസ്സാക്കി തരുകയും അതുകൊണ്ട് എൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നടത്താൻ സാധിക്കുകയും ചെയ്തു. ഞാനൊരു മദ്യപാനിയായിരുന്നു. ഞാൻ 96 മുതൽ മദ്യപാനം ഉണ്ടായിരുന്ന ആളാണ്. 23 വർഷം മദ്യപാനം ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്ന മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കാൻ എനിക്ക് സാധിച്ചു. എൻ്റെ കുടുംബം സന്തോഷകരമായി കഴിയാൻ എനിക്ക് സാധിച്ചു. ഇപ്പോൾ 2 കൊല്ലമായി പൂർണ്ണമായി മദ്യപാനം ഒഴിവാക്കിയിട്ട്. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഞാൻ ഇവിടെ അച്ഛനെ കാണുവാൻ വേണ്ടി, ജോസഫ് അച്ഛനെ കാണുവാൻ വേണ്ടി 3 പ്രാവശ്യം വന്ന് വരിയിൽ നിന്നതാണ്. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല. ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇസ്രായേൽ പോകാനൊരു അവസരം കിട്ടുകയും ഇസ്രായേൽ അച്ഛൻ ധ്യാനത്തിന് വന്നപ്പോൾ അച്ഛനെ കാണാനും അച്ഛനെൻ്റെ കാലെ തൊട്ട് പ്രാർത്ഥിച്ച് അച്ഛനെ അനുഗ്രഹിക്കാൻ ഉള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അതെൻ്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഗ്രഹമാണ്. കാരുണ്യ പ്രവർത്തികൾ എൻ്റെ വൈഫിന് 2 കൊല്ലമായിട്ട് ഒരു അലർജിയുടെ പ്രശ്നമുണ്ടായിരുന്നു. പല ഡോക്ടർമാരെ കാണിച്ചു, മരുന്ന് പുരട്ടി ഒന്നും മാറിയില്ല. ഇവിടുത്തെ ഉപ്പും തൈലവും പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. അതും വലിയൊരു അനുഗ്രഹമാണ്. മാതാവിനെ എനിക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റും. ഒരു 10 സെക്കൻഡ് നേരം മാതാവ് എൻ്റെ ബെഡിൻ്റെ അടുത്ത് വന്നു. ഞാൻ കിടക്കുന്ന എൻ്റെ തലയുടെ അവിടെ മാതാവ് വന്ന് എന്നോട്, എൻ്റെ അടുത്തുണ്ടായിരുന്നു മാതാവ് 10 സെക്കൻഡ്. അതെനിക്ക് പറയാൻ പറ്റാത്തൊരു അനുഭവമാണ്. നമ്മൾ മാതാവിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ അതിലും വലിയൊരു അനുഗ്രഹം കിട്ടാനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ 14 മാസമായിട്ട് ഞാൻ ഇസ്രായേലിൽ ജോലിയുണ്ട്. 14 മാസമായിട്ട് എനിക്ക് ഒരു 6 കുടുംബങ്ങൾക്ക് എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് പിന്നെ പത്രം മേടിച്ച് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇസ്രായേലിൽ പോകുന്നതിനേക്കാളും മുൻപ് തന്നെ എല്ലാ ഞായറാഴ്ചയും വീട്ടിൽ വെച്ച ആഹാരം പൊതികെട്ടി കൊടുക്കാനുള്ളൊരു അനുഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഇസ്രായേലിൽ നിന്ന് ഇങ്ങോട്ട് വരുവാനുള്ള എൻട്രി വിസയുണ്ട്. അത് ഇസ്രായേലിലുള്ള എല്ലാവർക്കും അറിയാം. എൻട്രി പാസിൽ മാത്രമാണ് നമുക്ക് തിരിച്ചു ചെല്ലാൻ പറ്റുള്ളൂ. 4 ദിവസമായിട്ട് ഞാൻ ഏജൻസിയെ വിളിച്ച് പറഞ്ഞിട്ട് ഏജൻസി ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അത് മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 20 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കത് സാധിച്ചു കിട്ടി. അത് വലിയൊരു അനുഗ്രഹമാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുവുമാറിനും 1000 നന്ദി പറയുന്നു. എൻ്റെ സ്വഭാവ രീതികൾ, ഞാൻ വളരെ ദേഷ്യപ്പെടുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു ഞാൻ. ഇപ്പോൾ 2 കൊല്ലമായി ഉടമ്പടിയിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത്രയും വലിയ മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്. ഞാനൊരു ആളോട് പോലും ദേഷ്യപ്പെട്ട് സംസാരിക്കാറില്ല. എല്ലാവരോടും സൗമ്യഭാവത്തിൽ മാത്രമാണ് സംസാരിക്കാറ്. പിന്നെ ഞാൻ കാരണം 2 വ്യക്തികൾക്ക് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് എനിക്ക് തോന്നിയ വ്യക്തികളോട് ഞാൻ പോയി
അവരോട് ക്ഷമ പറഞ്ഞു ഞാൻ. അപ്പം ഞാൻ അവരോട് ക്ഷമ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല സജി, അതെല്ലാം നിനക്ക് തോന്നുന്നതാന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിലൊരു വിഷമമുണ്ടായിരുന്നു, ഞാൻ കാരണം അവർക്ക് വിഷമമുണ്ടോയെന്ന്. അത് പോയി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം കിട്ടി. ഇതിൻ്റെ എല്ലാം ഒരു ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ശമ്പളം മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. എനിക്ക് നല്ലൊരു ജോലി കൺസ്ട്രക്ഷനിൽ തന്ന് ഇസ്രായേലിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പോയി ജോലി ചെയ്യാനുള്ളൊരു അവസരം തന്ന മാതാവിന് തിരുവുമാറിന് 1000 നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു.